പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ജൂൺ മാസം 3-ാം തീയതി 2024. നാളെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ഭാരതത്തിലെ ഇലക്ഷൻ്റെ റിസൾട്ട് അറിയുന്ന ദിവസം. എല്ലാവരും വളരെ ആകാംക്ഷാഭരിതരാണ്. ദൈവസഭയിലെ അംഗങ്ങളും വളരെ ആകാംക്ഷയോടെ നാളത്തെ റിസൾട്ടിനെ കാത്തിരിക്കുകയാണ്. നമ്മുടെ മനസ്സിൽ തീർച്ചയായിട്ടും ഒരു രാഷ്ട്രീയ പാർട്ടി, ഒരു കൂട്ടുകക്ഷി നമ്മളുടെ മനസ്സിലുണ്ട്. അവർ ഭരണത്തിൽ വരണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ധാരാളം വിശ്വാസികളും. പല കാരണങ്ങൾ അതിനുണ്ട്. നമ്മൾ അത്രമാത്രം ആകാംക്ഷാഭരിതരാകേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ ഇലക്ഷൻ റിസൾട്ടിനെ ഭയത്തോടെ കാണേണ്ട ആവശ്യമുണ്ടോ? ഒരിക്കലുമില്ല. ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 1-ാമത്തെ അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം മുതൽ നമ്മൾ വായിക്കുന്നു. While the apostles were still with Jesus, they asked him. അപ്പോസ്തലന്മാർ യേശുവിനോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. Lord, are you now going to give Israel its own king again? ഇസ്രയേലിന് സ്വന്തം രാജാവിനെ നൽകുവാൻ പോകുന്ന സമയം ഇതാണോ? യേശു ഉയർത്തെഴുന്നേറ്റു. വലിയ പ്രതീക്ഷയോടെ തങ്ങളുടെ ഭരണം കൊതിക്കുന്ന, തങ്ങൾ ആഗ്രഹിക്കുന്ന രാഷ്ട്രീയ ചുറ്റുപാടുകൾ ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന ശിഷ്യന്മാർ, അവർ പ്രതീക്ഷയോടെ ഒരു ചോദ്യം ചോദിക്കുകയാണ്. യേശു അങ്ങ് ഉയർത്തെഴുന്നേറ്റല്ലോ, ഈ സമയമാണോ ഇസ്രയേലിൻ്റെ രാജ്യം സ്ഥാപിക്കപ്പെടുന്ന സമയം? ഞങ്ങൾ ആഗ്രഹിക്കുന്ന രാജാവ്, ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഭരണാധിപൻ വരുന്ന സമയം ഇതാണോ? എന്ത് ഉത്തരമാണ് യേശു നൽകുന്നത്? ജീസസ് സെഡ് ടു ദം. യേശു അവരോട് പറയുകയാണ്, യു ഡോണ്ട് നീഡ് ടു നോ ദ ടൈം ഓഫ് ദോസ് ഈവൻറ്റ്സ് that only the Father controls. നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവി, ഭൂമിയുടെ ഭാവി, രാഷ്ട്രീയ ചുറ്റുപാടുകൾ, നാളെ എന്ത് സംഭവിക്കും, ആരാധനാ സ്വാതന്ത്ര്യം ഉണ്ടാകുമോ ഇല്ലയോ, പ്രോസിക്യൂഷണൽ ലെവൽ എന്താകും, സുവിശേഷം അറിയിക്കുവാൻ പറ്റുമോ, ആളുകൾ വിശ്വാസത്തിലേക്ക് വരുമോ? പ്രിയമുള്ളവരെ, നമ്മളെക്കാൾ അധികമായി ഈ കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുന്നവനല്ലേ നമ്മുടെ കർത്താവ്. ഞങ്ങൾ സുവിശേഷകരാണ്. സുവിശേഷം എത്തിയിട്ടില്ലാത്ത സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്ന സുവിശേഷകർ. സാധാരണ രീതിയിൽ ചിന്തിച്ചാൽ ഉദ്വേഗത്തോടെ ആണ് നാളെ എന്ത് സംഭവിക്കും എന്നതിനെ നോക്കി കാത്തിരിക്കുന്നത്. എന്നാൽ ഇന്ന് വൈകുന്നേരം ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ മനസ്സിൽ നൽകിയ ഒരു ചിന്ത ഇതാണ്. യു ഡോണ്ട് ഹാവ് ടു വറി സോ മച്ച് അബൌട്ട് വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ടുമോറോ. നാളെ എന്താണ് സംഭവിക്കുവാൻ പോകുന്നത്, ഇലക്ഷൻ്റെ റിസൾട്ട് എന്താകും, തെരഞ്ഞെടുപ്പിൻ്റെ ഫലം എന്താകും എന്നതിനെപ്പറ്റി അത്ര ഉദ്വേഗത്തോടെ അതിനെ നോക്കി കാത്തിരിക്കേണ്ട കാര്യം നമുക്കില്ല. അതിനൊക്കെ അപ്പുറത്ത് എല്ലാറ്റിൻ്റെ മേലും അധികാരമുള്ള പിതാവായ ദൈവത്തെ പറ്റിയാണ് യേശു തമ്പുരാൻ തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യം, ദൈവത്തെക്കാൾ അധികം സുവിശേഷീകരണത്തെ പറ്റി നമ്മൾ വേവലാതിപ്പെടേണ്ട കാര്യമില്ല. കർത്താവ് തരുന്ന സാഹചര്യങ്ങൾ സന്തോഷത്തോടെ, ഒരുപക്ഷെ അല്പം കഷ്ടത സഹിച്ചുകൊണ്ട്, അത് വലിയ കഷ്ടതയൊന്നുമല്ല. ഞങ്ങൾ കഴിഞ്ഞ 25 വർഷങ്ങളായി സുവിശേഷം ഏറ്റവും കുറഞ്ഞ് അറിഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്ത് പ്രവർത്തിക്കുന്ന ദൈവദാസന്മാരാണ്. ഞങ്ങളുടെ കൂട്ടത്തിൽ മർദ്ദനമേറ്റവർ വളരെ വളരെ കുറവാണ്. കർത്താവ് നമ്മളോട് പറഞ്ഞത് സുവിശേഷം അറിയിക്കുക, അത് മാത്രം ചെയ്യുക എന്നാണ്. എന്നിട്ടും ലക്ഷക്കണക്കിന് ലഘുലേഖകൾ നൽകിയിട്ടും, ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളോട് കർത്താവിൻ്റെ സ്നേഹം പങ്കുവച്ചിട്ടും, എത്രയോ ഇടങ്ങളിൽ പരസ്യ യോഗങ്ങൾ നടത്തിയിട്ടും, എത്രയോ പുതിയ സ്ഥലങ്ങളിൽ 100 പേര് വന്നാൽ അതിൽ 5 പേര് മാത്രം യേശുവിനെ അറിഞ്ഞിട്ടുള്ള സ്ഥലങ്ങൾ, അങ്ങനെയുള്ളിടത്ത് തുടർച്ചയായി 3, 4, 5 ദിവസങ്ങൾ ക്രൂസൈഡുകൾ നടത്തിയിട്ടും
നമ്മൾ മർദ്ദനം സഹിച്ച സ്ഥലങ്ങൾ വളരെ വളരെ കുറവാണ്. എത്രയോ നല്ല ആളുകളാണ് നമ്മളുടെ രാജ്യത്തുള്ളത്, എത്രയോ നല്ല സ്നേഹമുള്ളവർ. നമ്മൾ കടന്നുപോയ പല ഗ്രാമങ്ങളിലും പല പട്ടണങ്ങളിലും പല സ്ഥലങ്ങളിലും നമുക്ക് താമസിക്കുവാൻ സ്ഥലം തന്നത് നമ്മളുമായി വലിയ പരിചയമില്ലാത്തവരാണ്. നമുക്കവർ കുടിക്കുവാൻ വെള്ളം തന്നു, ചിലയിടങ്ങളിൽ ഭക്ഷണം നൽകി, ചായ തന്നു, നമ്മളെ നോക്കി അവർ പുഞ്ചിരിച്ചു, നമ്മളുടെ സുവിശേഷം അവർ കേട്ടു. സോ ദ തിങ് ഈസ് ദാറ്റ് ജീസസ് ഈസ് ടെല്ലിംഗ് ദ ഡിസൈപ്പിൾസ്, ഡോണ്ട് വറി അബൌട്ട് ദീസ് തിങ്സ്. നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളെ പറ്റി അത്രമാത്രം വേവലാതിപ്പെടണ്ട. ഇറ്റ് ഈസ് ഇൻ ഫാദേഴ്സ് കൺട്രോൾ. നിങ്ങൾ വിശ്വസിക്കുക, അതെല്ലാം ദൈവത്തിന്റെ കൺട്രോളിൽ തന്നെയാണ്. ദെൻ എന്താണ് പ്രധാനപ്പെട്ട കാര്യം? ബട്ട് ദ ഹോളി സ്പിരിറ്റ് വിൽ കം അപ്പോൺ യു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുവേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കേണ്ടത്. നാളത്തെ തെരഞ്ഞെടുപ്പ് ഫലത്തേക്കാൾ അധികമായി നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കേണ്ടത്, നമ്മൾ ദാഹത്തോടെ കാത്തിരിക്കേണ്ടത്, നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കേണ്ടത് പരിശുദ്ധാത്മാവിന്റെ നിറവിന് വേണ്ടിയാണ്. ആ പരിശുദ്ധാത്മാവിൽ നമ്മൾ നിറഞ്ഞു കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ദ ഹോളി സ്പിരിറ്റ് വിൽ കം അപ്പോൺ യു ആൻഡ് ഗിവ് യു പവർ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ ലോകത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഇല്ലാത്ത ഒരു ശക്തി നമുക്ക് ലഭിക്കും. ലോകത്തിലെ ഒരു ഭരണാധിപനും ഇല്ലാത്ത ഒരു ശക്തി നമുക്ക് ലഭിക്കും. ലോകത്തിലെ ഒരു ശക്തിക്കും അവകാശപ്പെടുവാൻ കഴിയാത്ത ഒരു പവർ ആൻഡ് അതോറിറ്റി അത് നമുക്ക് ലഭിക്കും എന്ന് ദൈവത്തിൻ്റെ വചനം ഇവിടെ അസന്നിഗ്ധമായി നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ അതിനു വേണ്ടിയാണ് പ്രതീക്ഷയോടെ കാത്തിരിക്കേണ്ടത്. സാഹചര്യങ്ങൾ നമുക്ക് അനുകൂലമായാലും പ്രതികൂലമായാലും നമുക്ക് അത്യാവശ്യമായിരിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമാണ്. അങ്ങനെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? യു വിൽ റിസീവ് പവർ. ദെൻ നിങ്ങൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു കഴിയുമ്പോൾ ദെൻ യു വിൽ ടെൽ എവരിവൺ അബൌട്ട് മീ. ദെൻ യു വിൽ ടെൽ എവരിവൺ അബൌട്ട് മീ. സാഹചര്യങ്ങൾ പ്രതികൂലമായിരുന്നു. 1-ാം നൂറ്റാണ്ടിൽ സാഹചര്യങ്ങൾ പ്രതികൂലമായിരുന്നു. സഭ പീഡനത്തിലൂടെ കടന്നുപോയി. എന്നാൽ സുവിശേഷം അന്നത്തെ ലോകത്തിന്റെ അവസാന ഭാഗം വരെ സുവിശേഷം എത്തുകയാണ്. ആരിലൂടെ എത്തുന്നു? സാധാരണക്കാരിൽ സാധാരണക്കാരായവരിലൂടെ എത്തുന്നു. എന്താണ് അവരുടെ പ്രത്യേകത? അവരുടെ പ്രത്യേകത ഇതായിരുന്നു, അവർ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടവരാണ്. നാളത്തെ റിസൾട്ടിനെ പറ്റി നമുക്ക് വേവലാതിപ്പെടാതെ ഇരിക്കാം. നമുക്ക് വിശ്വസിക്കാം, ഗോഡ് ഈസ് ഇൻ കൺട്രോൾ. നമുക്ക് ആ ദൈവത്തിൽ കാര്യങ്ങളെല്ലാം ഫലമേൽപ്പിക്കാം. സാഹചര്യങ്ങൾ എന്തായിരുന്നാലും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് കർത്താവ് നൽകുന്ന അവസരങ്ങൾ നമുക്ക് ഉപയോഗിക്കാം. അതാണ് ദൈവം നമ്മളെപ്പറ്റി ആഗ്രഹിക്കുന്നത്. ഭയപ്പെടേണ്ട, ദൈവമാണ് എല്ലാം നിയന്ത്രിക്കുന്നത്. രാജാക്കന്മാരുടെ ഹൃദയം കർത്താവിൻ്റെ കയ്യിൽ നീർത്തോട് കണക്കിയിരിക്കുകയാണ്. തനിക്കിഷ്ടമുള്ള ഇടത്തേക്ക് അതിനെ താൻ തിരിക്കുകയാണ്. അതെ, ഓരോ ദിവസവും, എവറി ഡേ, വൺ ഡേ, എവറി ഡേ ലെറ്റ് us trust him. ആര് ഭരണത്തിൽ വന്നാലും നമുക്ക് ആ ദൈവത്തിൽ ഓരോ ദിവസവും ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. ദൈവം നമ്മളെ സഹായിക്കും, ദൈവം നമ്മളെ പരിപാലിക്കും, ദൈവം ആരാധനയ്ക്കുള്ള അവസരങ്ങൾ നൽകും, ദൈവം സുവിശേഷീകരണത്തിനുള്ള അവസരങ്ങൾ നൽകും, ദൈവം നമ്മളുടെ ആവശ്യങ്ങളെ നിറവേറ്റും. നമ്മുടെ ഭൗതികമായ ആത്മീയമായ ആവശ്യങ്ങളെ ദൈവം നിറവേറ്റും. എല്ലാത്തിനു മേലും നിയന്ത്രണമുള്ള ദൈവത്തിൽ നമുക്ക് ആശ്രയിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടെ നാളത്തെ ദിവസത്തെ കാത്തിരിക്കാം. ദൈവത്തിൽ എല്ലാ പ്രതീക്ഷകളും അർപ്പിക്കാം. ഗാഡ് ബ്ലസ് യു.